അല്ല പിന്നെ മുണ്ടും മടക്കി കുത്തി മുതലാളി അവന്റെ കർണത്തടിച്ചപ്പോ അവൻ ചത്തുപോകാൻ സാധ്യത ഉണ്ടായിരുന്നു പറയായിരുന്നു ഞാൻ. ஏய் மலையாளம் பேசுறதுக்கு மட்டும்தான் தடுமாறும். பச்சை கேட்டா ஒண்ணு விடாம மனசுலாகும். அறியோ? இப்ப அறிഞ്ഞു. ஏய் ഇവിടെ നോക്ക്, நான் நாடோடி மாதிரியான ஊர்ல எனக்கு கான்ட்ராக்ட் தீர்ந்தால் நான் வேற ஒரு இடத்துக்கு போவேன். பச்சை நீங்களாம் இங்கேயே ஜீவிக்கிறவங்க. எனக்காக உங்க ஆட்கள் எல்லாம் ஏன் விரோதியாக்கிக்கிறீங்க? എനിക്ക് വിരോധികളെ ഉള്ളൂ. അടിച്ചും അടി കൊണ്ടും നല്ല ശീലമാണ്. പക്ഷെ മുതലാളി അങ്ങനല്ല. അന്യനാട്, പരിചയമില്ലാത്ത ആൾക്കാര്. ഇപ്പൊ സൂക്ഷിക്കേണ്ടത് അല്ലേ? நான் உனக்கு கவசம் மாட்டலான்னு நினைச்சேன். പക്ഷെ അതേ കവസത്തെ എനക്ക് മാറ്റി എന്നെ ജാഗ്രതയായിരിക്കണമെന്ന് പറയുന്നു. സാബാഷ്. ഞാൻ അന്നേ പറഞ്ഞില്ലേ തമിഴന്മാര് നല്ല ആളുകളാന്ന്. ഓഹോ ഓഹോ. തഞ്ചത്തെ മണിയടിച്ച് നിന്നാ ഇത്തിരി കാശ് മുൻകൂർ വാങ്ങിച്ചെടുക്കാം. ബാങ്കുകാരുടെ മുഖത്ത് വലിച്ചെറിഞ്ഞു കൊടുക്കാം. എന്താ തിരുമേനി പറഞ്ഞേ? അല്ല, ഇത്തിരി കാശ് ഒന്നിച്ച് കിട്ടിയ ബാങ്കിലടയ്ക്കാമെന്ന് പറയായിരുന്നു. ആ പോയതാരാ? ആരോട് ചോദിച്ചിട്ടാ എന്റെ പേര് ചെറുപ്പിന് കൊടുത്ത്? ആ പോയത് ആരാണെന്നാ ഞാൻ ചോദിച്ചത്. എന്റെ പേര് ചെറുപ്പിന് കൊടുത്ത് ആരോട് ചോദിച്ചിട്ടെന്നാ ഞാൻ ചോദിച്ചത്. ആരോടും ചോദിച്ചിട്ടല്ല. തറവാട് വക ഒരു വഴിപാട് നടക്കുമ്പോ നീയും അമ്പലത്തിൽ ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നി. എന്താ വരില്ലെന്നുണ്ടോ? വരണമെന്നില്ല. വേണ്ട. പക്ഷെ പേര് വിളിക്കുമ്പോ നീ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടെ ഉണ്ട് അവിടെ. അവളുടെ മനസ്സ് നീ നോക്കരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. സാർ പാല്. പപ്പൻ ഇവിടെ വന്നിട്ട് എത്ര കൊല്ലമായി? 7 കൊല്ലമായി സാർ. എന്റെ നാടങ്ങ് കുറെ വടക്ക. அதுக்கு முன்னால இந்த பாலம் இல்ல. ஆத்துல வெறும் தோணி சர்வீஸ் தான் இருந்துச்சு. സാർ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഒരു കാര്യം പറയാനുണ്ട്. തല്ലുണ്ടാക്കാൻ വരുന്നവരുടെ പുറകിൽ പുത്തമ്പരക്കലെ ആൾക്കാരാണ്. എന്തിനും മടിക്കാത്ത വർഗമാണ് അവർ. നിസ്സാരമാക്കി തള്ളണ്ട. ആ ഗോവിന്ദൻകുട്ടിയുടെ ബലത്തിലെ അവരെ ചെറുക്കാനൊന്നും പറ്റില്ല. அவன் ஆம்பளப்பா, எப்படி அடக்கிடுவான்? അതെ അതെ, ഒരുമ്പെട്ട് ഇറങ്ങുന്നവന് മുന്നും പിന്നും നോക്കണ്ടല്ലോ. തള്ളയുടെ വയറ്റിൽ കിടക്കുമ്പോൾ നാട് വിട്ടുപോയതാ തണ്ട. കണ്ടാ കുത്തിക്കീറുമെന്നും പറഞ്ഞാൽ അവന്റെ നടപ്പ്. ആ വൈരാഗ്യമാ നാട്ടുകാരുടെ കരണക്കുറ്റിക്ക് തീർക്കുന്നത്. അല്ലാതെ മുതലാളിയോടുള്ള കൂറൊന്നുമല്ല. ഏതിനും പോലീസിലൊന്ന് പറഞ്ഞു വെക്കുന്നത് നല്ലതാണ്. ആ ഇൻസ്പെക്ടർ ലേശം ഭയമുണ്ട് ഈ തല്ലുകാർക്ക്. ഒന്നും തീരുമാനിച്ചില്ല. അത് വെറുതെ പോണം തന്നെ ഉള്ളില്. തനിക്ക് എങ്ങനെ അറിയാം? അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇന്നീ പുതിയ ഉപ്പായം എടുത്തിട്ടെ? വേണമെന്ന് തോന്നിയാ പോവും. അത് തന്നെ എനിക്കും പറയാനുള്ളത്. പോണം. ആ കുട്ടി എന്ത് മാത്രം ആഗ്രഹിക്കണ്ടാവും. ഇപ്പോഴേ പോകണ്ട, പൂജ വൈകുന്നേരം ഉള്ളൂ. ഇയാള് വരുന്നുണ്ടോ? വാ.
അപ്പുക്കുട്ടൻ നായർ പുണർദം, പരമേശ്വരൻ നായർ അനിഴം, ഗോവിന്ദൻകുട്ടി അത്തം, ഗോവിന്ദൻകുട്ടി അത്തം, ഗോവിന്ദൻകുട്ടി അത്തം. ഉത്തമ്പരക്കലെ ആണുങ്ങളുടെ കൂട്ടത്തിൽ നിന്റെ പേരില്ല. ഞാനാ അവന്റെ പേര് കൊടുത്തത്. അരിയിട്ട് വാഴിക്കുന്നത് സ്വന്തം മനസ്സിൽ മതി, ഇവിടെ കൂട്ടിക്കുഴയ്ക്കണ്ട. വേണ്ട പോ. അതാ ഒരു പാണ്ഡ്യ എന്റെ തന്ത, എനിക്ക് ഉറപ്പുണ്ട്. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞാണ് നേരിട്ട് വന്ന് വിളിയടാ, വിളിയടാ. വേണ്ട ചേട്ടാ, പോവാൻ പാ. ഞാനാ ഇവന്റെ അച്ഛൻ. എന്തിനാടോ കണ്ട പാണ്ഡികയുടെ വിഴുപ്പ് ചുമക്കുന്നത്?